ഞാൻ ഏകദേശം 42ഓളം ബൂത്തുകളിൽ ഈ രാവിലെ മുതൽ ഇപ്പോൾ നിങ്ങൾ ഈ സമയം വരെയുള്ള 42ഓളം ബൂത്തുകളിൽ കയറി നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസറോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കത് കാണാൻ സാധിച്ചത് ഒന്ന്, വ്യാപകമായ രീതിയിൽ ഓപ്പൺ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ 10 മണിക്ക് പോയ ഒരു ബൂത്തിൽ 196 വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 196-ൽ 33 വോട്ടും ഓപ്പൺ വോട്ടാണ്. ഇതിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടന്നു കൊടുക്കുകയാണ്. പല ബൂത്തുകളിലും വോട്ടർമാർ അന്യോന്യം കലഹിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. കാരണം ഈ ഓപ്പൺ വോട്ട് ആയി വരുന്ന ആളുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അവരെ ആദ്യം തന്നെ കയറ്റിവിടുകയാണ്. ഓപ്പൺ വോട്ട് ചെയ്യുന്ന ആളുകളും ഒരുമിച്ച് അയാളുടെ സഹായിയും കൂടി ഒരുമിച്ച് പോവുകയാണ്. അപ്പം മണിക്കൂറുകളോളം ക്യൂവിൽ സാധാ വോട്ടർമാർ മണിക്കൂറുകളോളം ക്യൂവിൽ ഇങ്ങനെ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ പാലയാട് സ്റ്റഡി സെൻറ്ററിൽ പോയി. അവിടെ മാതൃകാ ബൂത്താണ്. അവിടെ 2 മണിക്കൂറോളം ക്യൂ നിന്നിട്ട് മടങ്ങിപ്പോയ വോട്ടർമാർ 2 മണിക്കൂറോളം ക്യൂ നിന്ന് മടങ്ങിപ്പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് വ്യാപകമായ രീതിയിലുള്ള ഓപ്പൺ വോട്ട് നടക്കുകയാണ്. ഒരു കാലത്ത് ഇത് കള്ളവോട്ടായിരുന്നു. നമ്മുടെ SIR വന്നതോടുകൂടി കള്ളവോട്ട് മരണപ്പെട്ട പോയ ആളുകളെല്ലാം തന്നെ അത് മാറ്റി വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയത് കൊണ്ട് കള്ളവോട്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതെല്ലാം തന്നെ ഓപ്പൺ വോട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ നോംസിൽ പറഞ്ഞിരിക്കുന്നത് കണ്ണ് കാണാൻ സാധിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ കൈക്ക് സ്വാധീനമില്ലാത്ത ആളുകൾ, അതായത് EVM ബട്ടൺ അമർത്താൻ സാധിക്കാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഓപ്പൺ വോട്ട്, അതായത് സഹായ വോട്ട് പറഞ്ഞിരിക്കുന്നത്. ഏവറേജ് ഞാനിപ്പോൾ 42ഓളം സ്ഥലങ്ങളിൽ പോയി. എൻ്റെ ചീഫ് ഏജൻറ്റ് ഏകദേശം ഒരു 30-35ഓളം സ്ഥലങ്ങളിൽ പോയി. ഏവറേജ് ഒരു ബൂത്തിൽ 30-ൽ മുകളിൽ ഓപ്പൺ വോട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു പാർട്ടി മാത്രമാണ് ചെയ്യുന്നത്. CPM ആൾക്കാർ മാത്രമാണ് ഇത്തരത്തിൽ കൂടുതൽ ചെയ്യുന്നത്. ബാക്കി ആളുകൾ 1-2 പോകുന്ന സമയത്ത് ബാക്കിയുള്ളതെല്ലാം തന്നെ CPM ആണ് ചെയ്യുന്നത്. മാത്രമല്ല, വയസ്സുള്ള ആളുകൾക്ക് മുൻഗണന കൊടുത്ത് അവരെ പെട്ടെന്ന് തന്നെ ക്യൂ നിൽക്കാതെ തന്നെ വോട്ട് ചെയ്യണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ വയസ്സുള്ള ആളുകൾ, അതായത് ഞാൻ എന്തായാലും ചെയ്യും, എൻ്റെ വോട്ട് ഞാൻ തന്നെ ചെയ്യും എന്ന ആളുകളെ ക്യൂ നിർത്തിക്കുകയാണ്, ആസൂത്രിതമായി ക്യൂ നിർത്തിക്കുകയാണ്. അപ്പോൾ അവർ 1 മണിക്കൂർ 2 മണിക്കൂർ ക്യൂ നിൽക്കുന്ന സമയത്ത് അവർ പറയുന്നില്ല ഞാൻ ഓപ്പൺ വോട്ട് ചെയ്യാം, ആരെക്കൊണ്ടെങ്കിലും ഓപ്പൺ വോട്ട് ചെയ്യാൻ. വളരെ ആസൂത്രിതമായിട്ട് ഈ മണ്ഡലത്തിൽ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ അടിയന്തരമായിട്ട് ഇടപെടണം. രാവിലെ 10:25 ആ സമയത്ത് ഞാൻ നമ്മുടെ ROA റിട്ടേണിംഗ് ഓഫീസറെ ഈ കാര്യം ഗൗരവമായി റിട്ടേണിംഗ് ഓഫീസറോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രിസൈഡിംഗ് ഓഫീസറോട് പറയാം. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, സർ, നിയമം പാലിക്കാതെയാണ് ഈ ഓപ്പൺ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ പോലും, മുഖ്യമന്ത്രി വോട്ട് ചെയ്ത ബൂത്തിൽ പോലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെയും വ്യാപകമായിട്ട് ഇത്തരത്തിൽ ഓപ്പൺ വോട്ട് ചെയ്തു. ഓപ്പൺ വോട്ടിൻ്റെ പ്രളയമാണ് ധർമ്മടം മണ്ഡലത്തിൽ നടക്കുന്നത്. ഇത് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആണ് ഇത് ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഞങ്ങൾ പരാതി അയക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് മാധ്യമപ്രവർത്തകന്മാരെ കണ്ട് ഈ കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അസ്വാഭാവികമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പ്രായമാവുന്ന ഇലക്ഷൻ കമ്മീഷൻ 85 വയസ്സ് കഴിഞ്ഞ ആളുകളെ വീട്ടിൽ പോയി വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവരെല്ലാം തന്നെ വീട്ടിൽ പോയി വോട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഓപ്പൺ വോട്ട് ചെയ്യണം നിയമത്തിൽ പറഞ്ഞിട്ടില്ല. നിയമത്തിൽ എവിടെയും 70 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യമുള്ള ആളുകളെ ഓപ്പൺ വോട്ട് ചെയ്യണം എന്ന് നിയമത്തിൽ പറയുന്നില്ല. മറിച്ച് നിയമം പറയുന്നത് എന്താ, കണ്ണ് കാണാത്ത ആളുകൾ, ശാരീരിക അസ്വസ്ഥതയുള്ള ആളുകൾ, ശാരീരികമായി തളർന്ന കൈ കൊണ്ട് വോട്ട് ചെയ്യാൻ സാധിക്കില്ല ആളുകൾ, അവരെയാണ് ഓപ്പൺ വോട്ട് ചെയ്യാൻ വേണ്ടി സഹായ വോട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെല്ലാം ഓപ്പൺ വോട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രായമുള്ള ആളുകൾ ക്യൂ നിൽക്കുക വോട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഓപ്പൺ വോട്ട് 10, 20, 25 ഓപ്പൺ വോട്ടുകാർ ഇങ്ങനെ കസേരയിൽ അവിടെ ഇരിക്കുക പ്രിസൈഡിംഗ് ഓഫീസർ മുമ്പിൽ. അപ്പോൾ പ്രായമുള്ള ആളുകൾ പോലും ഓപ്പൺ വോട്ട് ചെയ്യാതെ തന്നെ കൃത്യമായി എനിക്ക് സ്വന്തമായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ്. അവസാനം ക്യൂവിൽ 2 മണിക്കൂർ നിൽക്കുമ്പോൾ അവരും ഓപ്പൺ വോട്ട് ചെയ്യാൻ വേണ്ടി നിർബന്ധിതമാക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം.
ഇപ്പോൾ ഈ സമയം വരെ ആകുമ്പോൾ ഏതാണ്ട് പകുതിയിലൊക്കെ 50% പേർ വോട്ട് ചെയ്തു കഴിഞ്ഞു ധർമ്മടം മണ്ഡലത്തിൽ. അതെ അതെ അതെ. അപ്പോൾ എന്താണ് അത് നൽകുന്ന സൂചന എന്താണ്? അല്ല, ധർമ്മടം മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞില്ല, മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത്തരത്തിൽ വോട്ടിംഗ് ശതമാനം അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും. മറ്റ് ഈ പല സ്ഥലത്തും നമ്മുടെ ഏജൻറ്റുമാരും കോൺഗ്രസിൻ്റെ ഏജൻറ്റുമാരും ഈ ഓപ്പൺ വോട്ട് വ്യാപകമായി വരുന്നതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. പഴയ രീതിയിൽ പണ്ടുകാലത്ത് നമ്മുടെ ബൂത്തുകളിരിക്കുന്ന ആളുകളെ ആക്രമിക്കുകയും നായ്ക്കൊറണ പോലുള്ള ചൊറിച്ചൽ വരുന്ന സംഗതി ഉപയോഗപ്പെടുത്തി അവരെ ഓടിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. ഇപ്രാവശ്യം അതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അവരോടെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് കാണിച്ചു തരാം എന്ന് അവരെല്ലാം തന്നെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പല ആളുകൾക്കും ഇനി ബൂത്തിൽ നിന്ന് ഇറങ്ങാൻ തന്നെ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ള പോലീസുകാരെ നമ്മൾ ബന്ധപ്പെട്ട് അവരെ ഇറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ധർമ്മടം മണ്ഡലത്തിലുള്ളത്. നമ്മൾ പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത് നടക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ RO-നെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നിയമപരമായി RO അത് ചെയ്തില്ലെങ്കിൽ RO-ൻ്റെ ഓഫീസിൽ കുത്തിയിരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. കാരണം ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പരസ്യമായി അട്ടിമറിക്കപ്പെടുകയാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ. ഇപ്പം കഴിഞ്ഞ തവണ മരണപ്പെട്ട ആളുകളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാറില്ല. ഈ ധർമ്മടം മണ്ഡലത്തിൽ ആയിരക്കണക്കിന് ആളുകളെ വോട്ട് അതേപോലെ ഉണ്ടായിരുന്നു. ഓരോ ബൂത്തിലും മരണപ്പെട്ട CPM-ൻ്റെ ഒരു അനുഭവമുള്ള ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാറില്ല. കാരണം BLO-മാരെ നിശ്ചയിക്കുന്നത്, ബൂത്ത് ലെവൽ ഓഫീസർമാരെ CPM അനുഭാവികളായ ആളുകളെ നിശ്ചയിക്കുന്നത് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ വോട്ട് നീക്കം ചെയ്യേണ്ടതാണ്. പക്ഷെ നീക്കം ചെയ്യുന്നില്ല. അവരെ ആ വോട്ടാണ് കള്ളവോട്ടായി ചെയ്യുന്നത്. സ്ഥലത്തില്ലാത്ത ആളുകളെ കള്ളവോട്ടായി ചെയ്യുന്നു. പക്ഷേ SIR വന്നതോടുകൂടി മരണപ്പെട്ട ആളുകളെല്ലാം തന്നെ വോട്ടർ പട്ടികയിൽ നീക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കള്ളവോട്ട് നടക്കുന്നില്ല. പക്ഷേ അതിന് ബദലായിട്ടാണ് ഇത്തവണ ആടിക്കളിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ CPM-ന് വോട്ട് കിട്ടില്ല എന്ന് കാണുന്ന ആളുകൾ, പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ. കാരണം പഴയകാല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം തന്നെ മറ്റു പാർട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെല്ലാം തന്നെ വളരെ ശക്തമായി, വയസ്സുള്ള ആളുകളെല്ലാം വളരെ ശക്തമായി ഇന്നത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ്റെ ഈ പോക്കിനെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുന്ന ആളുകളുണ്ട്. അവരെ വോട്ടും ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ക്യൂവിൽ നിന്നിരിക്കുന്നത്. പക്ഷേ 2 മണിക്കൂർ എന്നെ നിർത്തിച്ചു. ഞാൻ തിരിച്ചു പോവുകയാണ്. ഇനിയല്ല എനിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഓപ്പൺ വോട്ട് ചെയ്യേണ്ടി വരും. ശാരീരിക അവശത ഇല്ലാത്ത ആളുകളെ കൈ പിടിച്ചിട്ട് കസേരയിലേക്ക് ഇരുത്തിയിട്ട് കൊണ്ടുവരിക നമുക്ക് അത്ഭുതം തോന്നിപ്പോവുകയാണ്. കാരണം കണ്ണ് കാണാത്ത ആളുകൾ, കൈയിനെ കൊണ്ട് EVM ബട്ടൺ അമർത്താൻ സാധിക്കാത്ത ആളുകൾ. ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. 85 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും വീട്ടിൽ വോട്ട് അവകാശം രേഖപ്പെടുത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അത് ആദ്യം തന്നെ BLO-മാർ കൊടുത്ത ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ എന്ന രീതിയിലാണ് ഇവരെ ഈ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബൂത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒന്നല്ല ഞാൻ പറഞ്ഞില്ല, ഏവറേജ് ഒരു 30. ഞാനിതാ ഏവറേജ് എഴുതി വെച്ചിട്ടുണ്ട്. ഏവറേജ് ഒരു 30, 32, 35 ആ രീതിയിലാണ്. അതോ ഞാൻ പറയാം, പിണറായി പഞ്ചായത്തിൽ 17% വോട്ട് പോളിംഗ് നടക്കുന്ന സമയത്ത് അവിടെ 30-35 വോട്ട് ചെയ്തിട്ടുണ്ട്. കാപ്പുമൽ മേഖല 30-35ഓളം വോട്ട് ഓപ്പൺ വോട്ട് ചെയ്തിട്ടുണ്ട്. 17% വോട്ട് ചെയ്ത സമയത്ത് രാവിലെ തന്നെ ഏറ്റവും രാവിലെയാണ് ഈ ഓപ്പൺ വോട്ട്. എല്ലാ ബൂത്തുകളിലും ഓപ്പൺ വോട്ട് ചെയ്യുന്ന ആളുകളുടെ ക്യൂ അല്ല, അവരെല്ലാം തന്നെ അവരുടെ പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പിൽ കസേരയിട്ട് ഇരുത്തിയിരിക്കുക. അപ്പം മറ്റേ കൂട്ടർ ബഹളം വെക്കുക. കാരണം ഇവർ 2 വോട്ട് ചെയ്യണമല്ലോ. സഹായിയുടെ വോട്ടും മറ്റുള്ള ആളുകളെയും വോട്ട് ചെയ്യണം. 2 വോട്ട് ചെയ്യേണ്ട സമയം എടുക്കുന്നതുകൊണ്ട് മറ്റുള്ള കൂട്ടർ വലിയ പ്രതിഷേധത്തിലാണ്. എല്ലാ സ്ഥലത്തും നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാർ ഇപ്പോൾ പോയാൽ കാണാൻ സാധിക്കുന്ന അറിയില്ല. രാവിലെ പോയാൽ വ്യാപകമായി ഓപ്പൺ വോട്ട് ചെയ്യുന്ന ആളുകളുടെ കസേര ഇരുത്തിക്കൊണ്ടുള്ള ക്യൂ ആണ്. അത് എനിക്ക് തോന്നുന്നു ഈ ധർമ്മടം മണ്ഡലത്തിൽ ആണ് ഇത്രയേറെ ഓപ്പൺ വോട്ട് നടന്നിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബൂത്തിൽ ഹരിതകർമ്മസേനയിലെ അംഗങ്ങളെ കൊണ്ട് ഓപ്പൺ വോട്ട് ചെയ്യിക്കാണ്ട് ശ്രമം നടത്തി.
അത് അവിടെയുള്ള BJP-യുടെ ഏജന്റുമാർ എതിർത്തത് കൊണ്ട് മാത്രമാണ് അത് ചെയ്യാതിരിക്കുന്നത്. അതായത് ഹരിതകർമ്മ സേനയെ ഒരു ഭാഗത്ത് മേശയിട്ട് കസേരയിൽ എടുത്ത് അവരവിടെ ഇരുത്തിയിരിക്കുക, അവരെ കൊണ്ട് പോലും ചെയ്യിപ്പിക്കാൻ നോക്കുക. കാരണം ഓപ്പൺ വോട്ട് ചെയ്യുന്ന സമയത്ത് സഹായി വോട്ട് ഒരു തവണ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ആ രീതിയിൽ ഞങ്ങളുടെ ബൂത്ത് ഏജന്റ് ഇല്ലാത്ത, അതായത് പിണറായി മുഖ്യമന്ത്രിയുടെ ബൂത്തിൻ്റെ ആ പരിസരം, മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ആ 3 ബൂത്തുകളിൽ ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാർക്ക് ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സ്ഥലത്ത് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കൊടുക്കുകയാണ്. അല്ല, സമ്മതിക്കാത്ത ഞങ്ങൾ രാവിലെ ഒരു ബൂത്തിൽ പോയ സമയത്ത് രാവിലെ സമയം കഴിഞ്ഞ് ഇത് വിട്ടു. തലേന്ന് പോയ സമയത്ത് പറഞ്ഞു അത് രാവിലെ നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. രാവിലെ 5:35 വന്ന സമയത്ത് പറഞ്ഞു ഇല്ല, നമ്മൾ മോക്ക് പോൾ ചെയ്യാൻ പോവുകയാണ്, സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ മറ്റൊരാൾ ഇരുത്തരുത്തുള്ളത് കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് പ്രിസൈഡിംഗ് ഓഫീസറല്ല പറയുന്നത് അവരോട്. പ്രിസൈഡിംഗ് ഓഫീസറല്ല പറയുന്നത്, അവരുടെ ഏജൻറ്റുമാരാണ് അവരെ മാറ്റി നിർത്തുന്നത്. അവരുടെ ഏജൻറ്റുമാർ സമയം കഴിഞ്ഞു, ഇനി വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്താ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏജൻറ്റുമാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. സുതാര്യമായ വോട്ടെടുപ്പിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളെ ഇരുത്താൻ വേണ്ടി പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ CPM-മാർ സംഘടിതമായി അവർക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ, മുഖ്യമന്ത്രിയുടെ വീട്ടിൻ്റെ പരിസരത്തെല്ലാം തന്നെ അവർക്ക് വലിയ മൃഗീയമായ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശത്തിൽ ഈ മുഷ്കും ഭീഷണിയും കൊണ്ട് ഞങ്ങളുടെ ഏജൻറ്റുമാരെ പോലും ഇരിക്കാൻ അനുവദിക്കുന്നില്ല. ഇനി വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. പല സ്ഥലത്തും ഏജൻറ്റുമാരെ ശക്തമായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാം. പഴയകാല രീതിയിൽ അങ്ങനെ തന്നെയായിരുന്നു. പഴയകാലത്ത് BJP-യുടെ ഏജൻറ്റുമാരെ വൈകുന്നേരം പോലീസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു വീണ്ടും ധർമ്മടത്ത് ആരംഭിക്കും എന്നുള്ളതാണ്, എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം ആ രീതിയിൽ നിങ്ങളുടെ മാധ്യമപ്രവർത്തനം ഞങ്ങൾ അറിയിക്കും ആ കാര്യം.